കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച വലിയ തർക്കങ്ങളും ചർച്ചകളുമാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ദിലീപ് കുറ്റിച്ചൽ ഡൽഹിയിൽ നിന്നും തുടരുകയാണ്. ദിലീപ്, മണിക്കൂറുകൾ നീളുന്ന ചർച്ചകൾ കഴിഞ്ഞാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അതേപോലുള്ള അവകാശവാദങ്ങളാണ് മൂന്ന് നേതാക്കളും ഉന്നയിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാകാം എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ഇവിടെ സംസ്ഥാനത്തെല്ലാം പ്രകടനങ്ങളും അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫ്ലെക്സുകളും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷെ വി.ഡി. സതീശൻ പക്ഷം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അദ്ദേഹം മുഖ്യമന്ത്രി അല്ല എങ്കിൽ പിന്നെ ഒരു പദവിയും തനിക്ക് വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സീനിയോറിറ്റി നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് ഇവർക്കൊക്കെ മുമ്പേ പാർട്ടി ഒന്നുമല്ലാതിരുന്ന കാലത്തും ഈ പ്രതിപക്ഷ നേതാവായും ഒക്കെ പിണറായി വിജയനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. സമുദായ നേതാക്കളുടെയൊക്കെ പിന്തുണയുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ സോണിയ ഇടപെടണം എന്നുള്ളതാണ്. അതായത് സോണിയയുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഈ ചർച്ചയിലേക്ക് സോണിയ എത്തുന്നുണ്ടോ അതോ രാഹുൽ, മല്ലികാർജുന ഖാർഗെ തുടങ്ങിയവരുടെയൊക്കെ ചർച്ചയിലാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? സോണിയ കൂടി ഇടപെടണം എന്നുള്ള രാഹുലിൻ്റെ ആവശ്യത്തിന് ഇവർ അംഗീകാരം നൽകുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ദിലീപ്. വിനോദ്, നിലവിലത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സോണിയ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മല്ലികാർജുൻ ഖർഗെയുമായിട്ടാണ് ആദ്യം കൂടിക്കാഴ്ച ആദ്യമേ പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ആദ്യമേ ഉദ്ദേശിച്ചത്. അതിനിടയിലാണ് രാഹുൽ എത്തിയിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ആ ഒരു പ്രകടന പരിപാടികളും അത് മുൻനിർത്തിയാണ് രാഹുൽ എത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ എത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സോണിയ ഈ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് ഈ ചർച്ചയിലൂടെ ഇന്ന് ഈ യോഗത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ചർച്ചയിലൂടെ പ്രശ്ന പരിഹാരം കണ്ടെത്തണമെന്നടക്കമുള്ള കാര്യം തന്നെയാണ് രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ കെ.സിയുടെ അവകാശവാദം എന്ന് പറയുന്നത് മുമ്പും AICC ജനറൽ സെക്രട്ടറിമാർ ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് പോയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതേസമയം MLA-മാരുടെ പിന്തുണയും തനിക്കുണ്ട്, MLA-മാരുടെ പിന്തുണ തനിക്കാണ് കൂടുതൽ എന്നടക്കമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്.